എഴുന്നേക്ക്. നന്നായി വരും മോളെ, നന്നായിട്ട് വരണം. മോളെ സന്ദീപിന് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാം. മുന്നോട്ടുള്ള വലിയൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം എന്ന് എൻ്റെ അവന്തികയുടെയും ഒരു ആലോചനയിൽ നിന്നാണ് ഇത് ഇത്രത്തോളം ആയത്. ആദ്യം ഈ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ ഇത് നടക്കുന്നത് ഇത് ഞാനും അവന്തികയും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ തീരുമാനിച്ച് കഴിഞ്ഞതിനാലാണ്. അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഇതിനെ സമ്മതിച്ചു. അച്ഛനെന്ന നിലയിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയിലും അതിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും എന്നും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ. എനിക്ക് ഉറപ്പുണ്ട്, അനഘയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരിക്കും സന്ദീപ്. എൻ്റെ മകനായതുകൊണ്ട് പറയുമല്ല, ഇവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഉയർച്ചകളെ ഉണ്ടാകും. എനിക്ക് എൻ്റെ മോനോട് ഒരു അപേക്ഷയുള്ളത്, നീ ഒരിക്കലും അനഘയെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അനഘ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രം വിശ്വസിച്ച ഒരു പെണ്ണ് നമ്മളെ സ്നേഹിക്കുന്നത്. അത്രയും ആഗ്രഹത്തോടെയാണ് കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം.